നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലിവർപൂൾ ഇന്നലെ ഫ്രാങ്ക്ഫുട്ട് എവേ ചെന്നിട്ട് 5-1 ഒരു വിക്ടറി നേടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സോ 4 ഗെയിംസ് എന്നാ പറയുക, ഒരു വിജയം കണ്ടെത്താതെ പോയി. അഞ്ചാമത്തെ ഗെയിമിൽ ആ ഒരു വിജയം കണ്ടെത്തുക തന്നെ ചെയ്തു. സോ ആ ലൂസിങ് സ്ട്രീക്ക് ഈസ് ഓവർ. ഫൈനലി 5-1 ഫ്രാങ്ക്ഫുട്ട് എവേ എന്ന് ലിവർപൂൾ ജയിച്ചിരിക്കുകയാണ്. ആൻഡ് നമ്മൾ കണ്ടു എക്കിറ്റിക്കയുടെ ഗോൾ വരുന്നുണ്ട്, ഗ്യാക്പോയുടെ ഗോൾ വരുന്നുണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് 2 അസിസ്റ്റുകൾ വിച്ച് ഫൈൽ ചെയ്തിരിക്കുകയാണ്. സോ ഇനിയും ബെൻ 10, 0-0, 10, 0-0-7, 0-0-8 അങ്ങനെ കുറേ ട്രോളുകൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. മേ ബി കുറച്ച് നാളത്തേക്ക് ഇനി അതൊന്നും ഒഴിവാക്കി കിട്ടാം. ആ ഒരു 0-0 പരിപാടി ഒന്ന് മാറി കിട്ടി 2 അസിസ്റ്റുകൾ കിട്ടുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ഇന്നത്തെ മാച്ചിലെ ലൈനപ്പ് നിങ്ങൾ നോക്കുക. ലിവർപൂൾ ഇറക്കിയതിൽ ധാരാളം ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. സലേനെ ബെഞ്ച് ചെയ്തു, ഫ്രിംപോങ് സ്റ്റാർട്ട് ചെയ്തു റൈറ്റ് ബാക്കായിട്ട്. അതുപോലെ തന്നെ ഒരു മാറ്റം, കർട്ടിസ് ജോൺസ് സ്റ്റാർട്ട് ചെയ്തു, മക്കലിസ്റ്ററിനെ ബെഞ്ച് ചെയ്തു. ഗ്രാവംബർഗ് ഇഞ്ചറി കാരണം അവൈലബിൾ അല്ലായിരുന്നു. സബോസ്ലൈ കർട്ടിസ് ജോൺസ് ഡബിൾ പിവറ്റ് ആയിരുന്നു. അതിലോട്ട് ഞാൻ വരാം. ആൻഡ് ഫ്രണ്ടിലായിരുന്നു വൺ ഓഫ് ദ ബിഗസ്റ്റ് ചേഞ്ച്. കോഡി ഗാക്പോയും എക്കിറ്റിക്കയും ഇസാക്കും സെയിം ടൈം സ്റ്റാർട്ട് ചെയ്തു. സെയിം ടൈം എലോങ് വിത്ത് ഹിം ഫ്ലോറിൻ വിച്ച്. സോ 4 പ്ലേയേഴ്സ് ഹു ലൈക്സ് ടു പ്ലേ ഓൺ ദ ലെഫ്റ്റ് സെയിം ടൈം, ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സ് 4 പേരും സെയിം ടൈം പിച്ചിലുണ്ടായിരുന്നു. ഓക്കെ, സോ അതെങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ് വർക്ക്. സിനാരിയോസിൽ ഇറ്റ് വർക്ക്. ഫ്ലോറിയം വിച്ച് ഇന്നലെ ആവറേജ് പൊസിഷൻ ചെയ്തത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും 2-3 സിനാരിയോസ്. ഫ്ലോറിയം വിച്ചിൻ്റെ പൊസിഷനിങ് ഇന്നലെ 2 അസിസ്റ്റ് ആൾ ഫൈൻഡ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ ഫ്ലോറിയം വിച്ചിൻ്റെ പൊസിഷനിങ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ കാണാം, റൈറ്റിലും സെൻട്രലുമായിട്ടാണ് ആൾ പൊസിഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ഫ്ലോറിയം വിച്ച് നിന്ന് തന്നെ മാച്ച് തുടങ്ങാം. സോ ഫ്ലോറിയം വിച്ച് ഇന്നലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ടു ആൻ എക്സ്റ്റെൻഡ് ആൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോർണർ വിൻ ചെയ്ത ഒരു സിനാരി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫ്ലോറിയം വിച്ച് റൈറ്റിൽ നിന്ന് സെൻട്രലി കയറി, സെൻട്രൽ ചാനൽസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ഫ്ലോറിയം വിച്ചാണ്. ആ 2ാമത്തെ ഗോൾ വന്നില്ലേ വാൻ ഡേക്കിൻ്റെ, അതിനിങ്ങനെയാണ്. ആൻഡ് 3ാമത്തെ ഗോൾ വന്നില്ല കൊണാട്ടയുടെ. ആ ഒരു സിനാരിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറിയം വിച്ചിനെ കാണാം. ആൾ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിലും സെൻട്രലിലും ഇടയിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ എക്കിറ്റിക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് വരുന്നതാണ്. സോ എക്കിറ്റിക്കേനെ ലെഫ്റ്റിൽ കാണാം, ഫ്ലോറിയം വെച്ച് റൈറ്റ് ഹാൻഡ് സൈഡിലും സെൻട്രൽ ഹാഫ് സ്പേസിലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ ആ സെക്കൻഡ് കോർണർ വിൻ ചെയ്യുന്ന ഒരു സിനാരിയോ. സോ അവിടെ മൂവ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഇസാക്ക് സെൻട്രലി, ഫ്ലോറിയം വെച്ച് റൈറ്റിൽ നിന്ന് സെൻട്രലി കയറുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് എക്കിറ്റിക്കയുടെ ഭാഗത്തുനിന്ന് ഫ്രീ മൂവ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ധാരാളം സിനാരിയോസ് ഉണ്ടായിരുന്നു. ആൻഡ് ഗ്യാക്പോയുടെ ഭാഗത്തുനിന്ന് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. സോ റൊട്ടേഷൻ നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഓവറോൾ കാണാൻ. അതുപോലെ തന്നെ ആ അസിസ്റ്റ് വന്ന സിനാരിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, സബോസ്ലൈ ബോൾ പ്ലേ ചെയ്യാൻ പോകുമ്പോൾ ഫ്ലോറിയം വിച്ച് ഒക്കിപ്പൈ ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിലോട്ടാണ് ആൾ ഇൻവേർട്ട് ചെയ്ത് വരുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് ഫ്ലോറിയം വിച്ച് ബോളുമായിട്ട് പോകുന്നു. ആൻഡ് ആ ഒരു സൂപ്പർ ബോൾ ഇൻ ടു ദ ബോക്സ് ടു ഗ്യാക്ബോക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ഫിനിഷ് ആയിരുന്നു. അതൊരു അടിപൊളി അസിസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് 2ാമത്തെ അസിസ്റ്റ് ഒരു സിമ്പിൾ ഇന്നാ മോനെ അടിച്ചോ എന്ന് പറഞ്ഞ് സബോസ്ലൈക്ക് ഇട്ട് കൊടുത്തൊരു സാധനം. സബോസ്ലൈയുടെ ഒരു വെടിയുണ്ട ഷോട്ട് രക്ഷയില്ലാത്ത സാധനമായിരുന്നു. 4ാമത്തെ ഗോൾ 5ാമത്തെ ഗോൾ അങ്ങനെയാണ് വരുന്നത് സബോസ്ലൈയുടെ. സോ ഇത് രണ്ടുമാണ് ഫ്ലോറിയം വിച്ചിൻ്റെ അസിസ്റ്റ്. സോ ഫസ്റ്റ് തന്നെ ഫ്ലോറിയം വിച്ചിൻ്റെ ഇന്നത്തെ മാച്ചിലെ ഒരു പൊസിഷനിങ് കാണിക്കാനായിട്ടാണ് ഈ ഒരു മൊമെന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞത്. ആൻഡ് ലിവർപൂൾ ഇന്നലെ സോളിഡ് ആയിരുന്നു ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം ഈസ് ലിവർപൂൾ ബാക്ക്? കാരണം ഫ്രാങ്ക്ഫുട്ടാണ് 5 ഗോൾ അടിച്ചു. പക്ഷേ ഫ്രാങ്ക്ഫുട്ടിൻ്റെ ലാസ്റ്റ് മാച്ചുകൾ നിങ്ങൾ നോക്കുക, മൊച്ചൻ ഗ്ലാൻബാക്കിന് അഗേൻസ്റ്റ് 4-6 അവർ ജയിച്ചത്. അവർ ഫ്രാങ്ക്ഫുട്ട് 5-1 പിന്നെ അത്ലറ്റിക്കോട് തോറ്റു, 3-0 ബയണിനോട് തോറ്റു. ലാസ്റ്റ് മാച്ച് വെർഡർ അഗേൻസ്റ്റ് ആയിരുന്നു തോന്നുന്നു, 2-2 ഡ്രോയ്. സോ അവർ കൺസീഡ് ചെയ്യുന്ന ഒരു ടീമാണ്. ദേ ലൈക്സ് ടു കൺസീഡ് ഗോൾസ്, അതൊരു ഫാക്റ്റാണ്. ആൻഡ് അവരുടെ പ്രസ് ഇന്നലെ റിയലി ബാഡായിരുന്നു. ധാരാളം സ്പേസുകൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കിട്ടി നമ്മൾ ലിവർപൂളിന്. അതിനേക്കാളും മുമ്പ് ലിവർപൂൾ ഡിഫെൻസീവ്ലി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. സബോസ്ലൈ ആൻഡ് കർട്ടിസ് ജോൺസ് ഡബിൾ പിവറ്റ് വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ ഓക്കെ, കർട്ടിസ് ജോൺസ് ഇപ്പം ബെറ്ററാണ്. കർട്ടിസ് ജോൺസ് ശരിക്കും ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആണോ? അല്ല. സബോസ്ലൈയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് അതാണോ? അല്ല. 2 പേർക്കും ബോക്സ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന 2 പ്ലേയേഴ്സാണ്. ഗ്രാവംബർഗ് പിച്ചിൽ ഇല്ലാത്തത് വിസിബിൾ ആയിരുന്നു. ശരിക്കും ഗ്രാവംബർഗ് തിരിച്ചു വരുമ്പോൾ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഗ്രാവംബർഗ് ഫിറ്റ് ആയി നിൽക്കണം, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ബ്രെൻഫോർഡ് വരുന്നത്, അതിന് സിറ്റി വരുന്നുണ്ട്. സോ അവർക്ക് അഗെയിൻസ്റ്റ് ഇത്രയും കംഫർട്ടബിളി സ്പേസ് കിട്ടത്തില്ല. ഈവൻ ഞാനാണെങ്കിലും ആ വിച്ചിൻ്റെ ആ ഫസ്റ്റ് അസിസ്റ്റ് നിങ്ങൾക്ക് കാണാം, വിച്ചിന് നല്ല ടൈം ഓൺ ദ ബോൾ കിട്ടി, ആളെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, ധാരാളം സ്പേസുകൾ ഉണ്ടായിരുന്നു. സോ അത്രയും സ്പേസ് ഒപ്പോണൻറ്റ് പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ കിട്ടത്തില്ല. ഫ്രാങ്ക്ഫുട്ട് റിയലി ബാഡാണ് ഡിഫെൻസീവ്ലി. സോ ഈ ഒരു സിനാരിയോ നിങ്ങൾ നോക്കുക, ഇവർ ഓപ്പൺ ആയ ഒരു സിനാരിയോ. ഫസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ കാണാം. അവിടെ ആ റെസ്റ്റ് ഡിഫൻസ് ലിവർപൂളിൻ്റെ വൾണറബിൾ ആണ്. ആൻഡ് ഗ്രാവംബർഗ് ഇല്ലാത്ത കാണാനുണ്ടായിരുന്നു. സെൻട്രൽ ഏരിയയിൽ ഒരു ബിഗ് ഹോൾ കാണാം. ശരിക്കും ആ ഡിഫൻസും ഡിഫൻഡേഴ്സിനിടയിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഗ്രാവംബർഗ്. സോ ഇവിടെ ആ ബോൾ പ്ലേ ചെയ്യുമ്പോഴേക്കും ഫ്രിംപോങ്ങും കൊണാട്ടയ്ക്കും ഇടയിലുള്ള ഒരു ഹ്യൂജ് ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. അതുപോലെ കൊണാട്ടയും വാൻഡേക്കിനും ഇടയിലും ഗ്യാപ്പുണ്ട്. അവിടെ ആ ഒരു പ്ലെയർ റൺ നടത്തുന്നുണ്ട്. ഫ്രിംപോങ്ങിൻ്റെ റിക്കവറി പേസ് റിയലി ഹെൽപ്ഫുൾ ആണ് ആ പ്ലെയറിനോടൊപ്പം നിൽക്കാൻ. പക്ഷേ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. സോ ആ ഇൻ ബിഹൈൻഡ് ബോൾ പ്ലേ ചെയ്യുന്നു, അവിടെ മൗറദാഷ്വലി സേവ് ചെയ്യാം.
അവിടെ കേർട്ടിസ് ജോൺസിൻ്റെ കാലിൽ ചെറിയ ടച്ച് ഉണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് ഓഫ് സൈഡ് വിളിച്ചു. പക്ഷേ അത് മേ ബി VAR ഗോൾ കയറുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഗോൾ കിട്ടിയായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാം സ്പേസ് ഓപ്പൺ അപ്പ് ആവുന്നത്. കേർട്ടിസ് ജോൺസിനും സബോസ്ലായുടെയും സ്ട്രെങ്ത് അല്ല ഹോൾഡ് ചെയ്യുക, ഗ്രാംബർഗിനെ പോലെ സ്പേസസ് കവർ ചെയ്യുക, ഡിഫൻസും മിഡ്ഫീൽഡിനും ഇടയിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഗോൾ വന്ന സിനാരിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഇവിടെയും കേർട്ടിസ് ജോൺസും സബോസ്ല, ഇവിടെ ആ റൈറ്റ് എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് നേരെ ആ പൊസിഷനിങ് ആണ്. ഇപ്പോൾ ആ സെൻട്രൽ സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെയാണ്. ഈ ലിവർപൂളിലെ എല്ലാ മാച്ചിലും ഇപ്പം കാണുന്ന ഒരു ഇഷ്യൂ ആണത്. ആൻഡ് അവിടെ കേർട്ടിസ് ജോൺസും സബോസ്ലായും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാണാം. നിങ്ങൾ രണ്ടുപേരും ക്ലോസ് വരുവാണ്. അവിടെ ഗോഡ്സയുടെ കാലിലോട്ട് ബോൾ പോകുമ്പോഴേക്കും ഗോഡ്സയ്ക്ക് സിംപ്ലി ടേൺ ചെയ്ത് പോകാൻ പറ്റുന്നത്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇത് ചെയ്യുകയാണ്. ആൻഡ് സെൻട്രൽ ചാനൽസിൽ സ്പേസ് കാണാൻ വൈഡിൽ ക്രിസ്ത്യൻസനിലോട്ട് ഗോഡ്സ ബോൾ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ക്രിസ്ത്യൻസൺ ബോക്സിലോട്ട് വരുന്നു. ക്രിസ്ത്യൻസൺ ബോക്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അവരവിടെ പൊസിഷൻ ചെയ്തേക്കുന്നത്. അവിടെ കേർട്ടിസ് ജോൺസ് ബോക്സിലെത്തി. കേർട്ടിസ് ജോൺസ് എന്തുകൊണ്ട് ആ പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല? കേർട്ടിസ് ജോൺസ് ആ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ നമ്മുടെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം, സ്പേസ് കാണാം. കേർട്ടിസ് ജോൺസ് അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ഓക്കെ, അവിടെ ക്രിസ്ത്യൻസൺ ഡയറക്റ്റ് ഷോട്ട് എടുത്ത് ഗോൾ കയറി. മേ ബി മാർഗദർശനിലെ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ, പക്ഷേ അത് നല്ല ഷോട്ടായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു ഗ്യാപ്പ് ആണ്. ഇൻസൈഡ് ദ ബോക്സ് ആണെങ്കിലും പ്ലേയേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നില്ല, ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സ്പേസ് കാണാം. സോ നമ്മൾ ഇതിന് മുമ്പ് ലിവർപൂളിൽ മാച്ചുകളിൽ കണ്ട ഒരു സംഭവമുണ്ട്. സെൻട്രൽ സോണിൽ ലിവർപൂളിൻ്റെ റെസ്റ്റ് ഡിഫൻസിൻ്റെ ഇഷ്യൂ അതാണ്. ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ സോൺസ് ഒപ്പോണന്റ് ലിവർപൂൾ ഡിഫൻസ് ആൻഡ് ട്രാൻസിഷനിലോട്ട് പോകുമ്പോൾ ഒപ്പോണന്റ് അറ്റാക്കിംഗ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലിവർപൂളിലെ സെൻട്രൽ സോൺസിൽ ഒരു വലിയ സ്പേസ് ആണ്. അതിപ്പം ഗ്രാംബർഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മാച്ചുകൾ നമ്മൾ കണ്ടൊരു ഇഷ്യൂ ആണ്. ബട്ട് ഇന്നലെ ഗ്രാംബർഗ് ഇല്ലാനപ്പോൾ കൂടുതൽ വിസിബിൾ ആണ്. പക്ഷെ പിന്നീട് ഇന്നലെ ലിവർപൂൾ എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്തത്? നമ്മൾ ഫ്ലോറിമിച്ചിന്റെ മൂവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇസാക്ക്, ഗ്യാക്പോ, എക്കിറ്റിക്കെ. സോ ഇവിടെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഇസാക്കിനെ പുള്ളി വലിച്ചിട്ട് TSN ഇറക്കി. ഐ തിങ്ക് കൂടുതൽ മൂവ്മെന്റ്സ് നമ്മൾ കണ്ടു. എടുത്തു പറയേണ്ട കാര്യം ഇസാക്ക് എങ്ങനെയുണ്ടായിരുന്നു. ഇസാക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇസാക്കിൻ്റെ ലെവൽ വെച്ച് ഡിസപ്പോയിൻറ്റിങ് ആണ്. എനിക്ക് ഇപ്പോഴും തോന്നുന്ന ആൾക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് പിച്ചിൽ കാണാനായിട്ടുണ്ട്. സോ ഡിഫറൻസ് കാണാം. ഇപ്പം സബോസ്ലായുടെ ഒരു സൂപ്പർ ബോൾ ഓവർ ദ ടോപ്പ് അവിടെ ഇസാക്കിലോട്ട് ഇല്ലാണ്. ഇസാക്ക് ലാസ്റ്റ് സീസൺ ഇസാക്ക് ആണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് ഇസാക്ക് ടു ഫിനിഷ് ഇറ്റ്, പക്ഷേ അവിടെ ഫിനിഷ് ചെയ്യുന്നില്ല. ആ ഗോൾ കീപ്പർ സേവ് ചെയ്യാൻ വേറൊരു സിനാരിയോ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്. അവിടുന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്തു, വിച്ച് ഈസ് എ ഗുഡ് മൂവ്. ഈ ഒരു രണ്ട് മൂവ് അല്ലാതെ ഇസാക്കിനെ നമ്മൾ അധികം ഗെയിമിൽ കണ്ടില്ല. ഗെയിമിൽ. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ആളെ ഇഞ്ചറി കാരണം ചെറിയൊരു നോക്ക് കാരണമാണ് മാറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ലായിരുന്നെങ്കിലും മേ ബി ഇസാക്കിനെ മാറ്റിയേനെ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഗോൾ വന്ന സിനാരിയോ നിങ്ങൾക്ക് ഇപ്പം കാണാം. എക്കിറ്റിക്കയിലോട്ട് ബോൾ റിലീസ് ചെയ്യുകയാണ് ബാക്കിൽ നിന്നും. ഫ്രാങ്ക്ഫർട്ട് നല്ല സ്പേസ് റൺ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. എക്കിറ്റിക്ക ബോളുമായിട്ട് റൺ ചെയ്യുന്നു. ആ ഒരു സൂപ്പർ ഫിനിഷ് എക്കിറ്റിക്ക നടത്തുകയാണ്. സോ ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഇസാക്കിൽ ഇല്ലാത്തത്. എക്കിറ്റിക്ക അപ്പുറത്ത് ആ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നു. ഈസ് റിയലി കോൺഫിഡൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. നമ്മൾ എക്കിറ്റിക്കയെ കുറിച്ച് ഞാൻ ഈ സീസൺ സ്റ്റാർട്ടിൽ നേരെ തിരിച്ചോർത്തു. ഓക്കെ, ഇസാക്ക് വരും, ബാങ് തുടങ്ങും. എക്കിറ്റിക്ക മേ ബി ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ആൾക്ക് ആ ഒരു പുതിയ ലീഗ് ചെയ്ത് സോ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. പക്ഷേ നേരെ തിരിച്ചായിരിക്കുകയാണ്. എക്കിറ്റിക്ക ലുക്സ് റിയലി കോൺഫിഡൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. അതേ സമയത്ത് ഇസാക്ക് കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ. സോ ഇനി അപ്കമിങ് മാച്ചുകളിൽ സലേനെ ഇതുപോലെ ബെഞ്ച് ചെയ്യുമോ? ഇതായിരിക്കുമോ ഫ്രണ്ട് ത്രീ? കിയസനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കുമോ? ബ്രാഡ്ലിയും കെർക്കസും ശരിയാവോ? ഇന്നലെ റോബർട്ട്സനെയാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്നലെ ബേസിക്കലി ഒരു 3 man ബാക്ക് നമ്മൾ ലാസ്റ്റ് സീസൺ സ്ലോട്ട് കാണിക്കുന്ന പോലെ തേർഡ് CB ആയിട്ട് പലപ്പോഴും റോബർട്ട്സൺ ആക്ട് ചെയ്യുന്നുണ്ട്. ചില സിറ്റി എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ കൂടുതൽ കവർ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രിംപോങ്ങിന് ഇന്നലെ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിപ്പോയി. ബ്രാഡ്ലി ഇറങ്ങുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ഫ്രിംപോങ്ങിന്റെ റിക്കവറി പേസ് ആൻഡ് ഫ്രിംപോങ് ആസ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് വിങ്ങറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് വിങ് ബാക്ക് റോളിൽ ബ്രാഡ്ലി അത് കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് അപ്കമിങ് മാച്ചസിലുണ്ട്. സോ ഗ്രാംബർഗ് തിരിച്ചു വരേണ്ടത് ലിവർപൂളിന് അത്യാവശ്യമാണ്. കൂടാതെ സലേനെ എത്ര നാൾ ഇങ്ങനെ ബെഞ്ച് ചെയ്യാൻ സാധിക്കും? വിൽ സല ക്വസ്റ്റ്യൻസ് വരും. സോ സലേനെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഇനി സലേനെ ഇതിലോട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും? അതോ സല ഇല്ലാത്തൊരു ഫ്യൂച്ചറാണോ ഇനിയും കാണുന്നത്? അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഈ സല കംഫർട്ടബിൾ ആയിരിക്കുമോ ബെഞ്ചിൽ നിന്ന് വരാൻ? അതോ ഇസാക്കിനെ ഇനി സെൻറ്റർ ഫോർവേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, എക്കിറ്റിക്കിനെ സെൻറ്റർ ഫോർവേഡ് സ്റ്റാർട്ട് ചെയ്യണം, വിറ്റ്സിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കളിക്കാനായിട്ട്? ഇന്നത്തെ മാച്ചിൽ ഹി ലുക്ക് ഗുഡ്. പക്ഷേ പ്രീമിയർ ലീഗിൽ ഇത്രയും ടൈം കിട്ടത്തില്ല, ഇത്രയും സ്പേസസ് കിട്ടത്തില്ല. ഇന്നലെ വിച്ച് കംഫർട്ടബിളി റൈറ്റ് ചെയ്യുന്ന സെൻറ്ററിലോട്ട് കയറുമ്പോൾ ധാരാളം സ്പേസുകളുണ്ട്. ബട്ട് ഇൻ പ്രീമിയർ ലീഗ് ബ്രെൻഫോർഡ് മാച്ചിലൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇന്നത്തെ മാച്ചിൽ പോസിറ്റീവ് എന്താണ്? ഗോളുകൾ വന്നു, മൂവ്മെൻറ്റ്സ് വന്നു, ഓഫ് ദ ബോൾ മച്ച് ബെറ്റർ. പക്ഷെ ഇപ്പോഴും ആ ഇഷ്യൂസ് ഞാൻ കാണിച്ചുണ്ടെങ്കിലും ഓഫ് ദ ബോൾ മച്ച് ബെറ്റർ. സോ ലെറ്റ്സ് സീ ലിവർപൂൾ ഇതിൽ ബിൽഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ എന്നുള്ളത്. അതിന് ഒരു കാര്യം പറയാനായിട്ടുള്ള എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റാറ്റ്സ് കാണാം. ലിവർപൂൾ 11 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ 7 മിസ് ചെയ്തു ലിവർപൂൾ. സോ ഇത് ലീഗിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സ്റ്റാറ്റ്സ് വെച്ച് ലിവർപൂളിനെ നമുക്കിപ്പം നോക്കുവാണെങ്കിൽ എല്ലാ മാച്ചും ബിഗ് ചാൻസ് മിസ് ചെയ്യുന്നുണ്ട്. സോ ലിവർപൂൾ ക്ലിനിക്കൽ ആവാത്തത് ഒരു ഇഷ്യൂ ആണ്. ലാസ്റ്റ് യുണൈറ്റഡ് മാച്ച് ഉണ്ട്, ചെൽസി മാച്ച് ഉണ്ട്. ലിവർപൂൾ ക്ലിനിക്കൽ ആവാത്തത് വലിയൊരു ഇഷ്യൂ ആണ്. അവിടെ ലിവർപൂൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ അവിടെ നമ്മൾ നേരെ റയൽ മാഡ്രിഡ് മാച്ചിലോട്ടൊന്ന് പോകാനായിട്ടാണ്. റയൽ മാഡ്രിഡ് ഇന്നലെ യുവന്റസിനെ അഗേൻസ്റ്റ് 1-0 ഒരു വിക്ടറി നേടുന്നത് നിങ്ങൾ കണ്ടു. സോ ഇവിടെ റയൽ മാഡ്രിഡിന്റെ ലൈനപ്പ് നിങ്ങൾ നോക്കുക.
ഇന്നലെ 4-2-2 അഥവാ 4-4-2 ഓൺ പേപ്പർ ഇറക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ഈ നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിൽ കണ്ടുപോലെ ഹി വാണ്ട്സ് ജൂഡ് ബെല്ലിംഗം ടു പ്ലേ ക്ലോസർ ടു ദ ഗോൾ അല്ലേ, അത് തന്നെ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ ആർഡെ ഗൂളറിനെ മിഡ്ഫീൽഡിലോട്ട് വലിക്കുന്ന നമ്മൾ കണ്ടു. ചൗമിനോടൊപ്പം പല സിറ്റുവേഷൻ എസ്പെഷ്യലി ബിൽഡ് ഫേസിലൊക്കെ ഡബിൾ പിവറ്റ് ഫോം ചെയ്യുന്നുണ്ട്. വാസ് ഇറ്റ് ഗുഡ്? ഞാനൊരു കാര്യം പറയണം, ആർഡെ ഗൂളർ കമ്പയർഡ് ടു നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൽ കണ്ടുമായിട്ട് നമ്മൾ അനലൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഡിസ്കഷൻ എല്ലാം നടത്തിയാണ്. അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ മാസീവ് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ആർഡെ ഗൂളർ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൂളർ ഇന്നലെ 10 റിക്കവറീസ് നടത്തി, 4 ഡ്യൂവൽസ് വിൻ ചെയ്തു. 6 ചാൻസ് പിച്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലെയർ. ആർഗ്യുബിലി ഇപ്പം ഏറ്റവും ഹോട്ട് ഫോമിലുള്ള ഒരു മിഡ്ഫീൽഡറാണ് യൂറോപ്പിൽ, വിത്തൗട്ട് എ ഡൗട്ട് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു മിഡ്ഫീൽഡറാണ് ടോപ്പ് 5 ലീഗ്സ് ഇൻ യൂറോപ്പ്. സോ ആർഡെ ഗൂളർ ഇന്നലെ ശരിക്കും ബേസിൽ നമ്മൾ പലപ്പോഴും കറേറാസ് ഡ്രോപ്പ് ചെയ്ത് ഒരു തേർഡ് CB അറ്റാക്ക് ചെയ്യുന്നു, ഒരു 3-2-5 ഷേപ്പ്. ഇന്നലെ ഒഫൻസീവ്ലി വിനി വാസ് പുഷിങ്, വാൽവേർഡെ പലപ്പോഴും പുഷ് ചെയ്യുവാൻ, ഒഫൻസീവ്ലി പുഷ് ചെയ്യുവാൻ, റൈറ്റ് എസ്പെഷ്യലി റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിലോട്ട് ആൾ പുഷ് ചെയ്യുന്നുണ്ട്. സോ വാൽവേർഡെ, വിനി, എംബാപ്പെ, ജൂഡ് ബെല്ലിംഗാം എല്ലാവരും കൂടെ, അതുപോലെ ബ്രഹീം ഡിയാസിനെ സ്റ്റാർട്ട് ചെയ്തു. സോ ബ്രഹീം ഡിയാസ് ഇവർ 5 പേരോട് ഒഫൻസീവ്ലി ദേ വെയർ കമ്മിറ്റിംഗ് റയൽ മാഡ്രിഡ്. ആൻഡ് പലപ്പോഴും ഗൂളർ ചൗമനീനെ വെച്ച് ഹോൾഡ് ചെയ്യാൻ നോക്കി, ബിൽഡപ്പ് ചെയ്യാനായിട്ട് നോക്കി, ആൻഡ് ഗൂളറും പുഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് റയൽ മാഡ്രിഡ് ഇന്നലെ 1-0 ഒരു വിക്ടറിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റ്സ് കാണാം, ഓൾമോസ്റ്റ് 2.69 XG, 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. സോ അപ്പുറത്ത് അവർക്ക് 0.5 സംതിങ് XG ഉള്ളൂ. സോ ഞാനൊരു കാര്യം പറയാണ്, മേ ബി ഇന്നലെ പണി കിട്ടിയേനെ റയൽ. ദർ വെയർ മൊമെന്റ്സ്. ആ എൽ ക്ലാസിക്കോയിലോട് വരുമ്പോൾ റയലാണോ ബാർസയാണോ കൂടുതൽ റെഡി? നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എനിക്ക് ആസ് എ ബാർസ ഫാൻ ഡിഫെൻസീവ്ലി ഐ തിങ്ക് വി ആർ മോർ വളറബിൾ. പക്ഷേ അതിൽ റയൽ മാഡ്രിഡിന് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അത് കാണിച്ചിട്ട് അടുത്ത സിനാരിയോസ് ഇടും. സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സിനാരിയോ ആണ്, റയൽ മാഡ്രിഡ് മാച്ചിൻ്റെ സ്റ്റാർട്ടിലും സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിലും എപ്പോഴും സ്ലീപ്പ് ചെയ്യാറുണ്ട്. അത് ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടു. ആ എക്സാമ്പിൾസ് കാണിക്കാം. മേ ബി ബാർസയ്ക്ക് ഹിറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ഇന്നലെ റയൽ മാഡ്രിഡ് മാച്ചിന് ആദ്യത്തെ ഒരു 15 മിനിറ്റ് യുവൻറ്റസ് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 15 മിനിറ്റാണ്. സോ ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് കാണാം, എന്തുമാത്രം സ്പേസ് ആണ് അവിടെ. വ്ലാഹോവിച്ചും മിൽഡിസും ബോൾ വിൻ ചെയ്യുന്നു, ക്യാമ്പ്യാസോട് ഫൈൻ ചെയ്യുകയാണ്. അവിടെ കലൂലു ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആ സെൻട്രലിൽ കിട്ടുന്ന സ്പേസ് നിങ്ങൾ നോക്കും. റയൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ റയൽ മാഡ്രിഡ് ടീം കമ്മിറ്റ് ചെയ്യും. ബോൾ ലൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം കാണാം, അവിടെ എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈലൈൻ ആണ് കളിക്കുന്നത്. ബോൾ ലൂസ് ചെയ്യും, അവിടെ കലൂരിനെ ഫൈൻഡ് ചെയ്യുന്നു, കലൂര് ബോളുമായിട്ട് കയറുന്നു. ആൻഡ് കലൂരിൻ്റെ ക്രോസ് വരികയാണ്. ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. അവിടെ വ്ലാഹോവിച്ചിനെ നോക്കാനായിട്ട് പോവുകയാണ്. റൗളസൻസിയുടെ നല്ലൊരു ബ്ലോക്ക് വരുവാണ്. സോ ഇങ്ങനത്തെ സിനാരിയോസ് ഉണ്ട്. ആൻഡ് അടുത്ത എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ഒരു ഷോട്ട് എടുത്ത് മക്കന്നിയുടെ ഷോട്ട് കോട്ടോവ സേവ് ചെയ്യുന്നൊരു സിനാരിയോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല പെട്ടെന്ന്. ആദ്യത്തെ മിനിറ്റുകളിൽ റയൽ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ബിഗ് പ്ലേയേഴ്സ് ഓഫാണ്. അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. അവിടെ ഈസിലി ഒരു ഷോട്ട് എടുക്കാനായിട്ട് സാധിക്കുകയാണ്. ആൻഡ് ഇത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലും കാണുന്നത്. സെക്കൻഡ് ഹാഫിൽ വെൻ ഇറ്റ് വാസ് 0-0 അനദർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം മാച്ച് തുടങ്ങി കറേറാസ് ഓഫ് ആവുകയാണ്. അവിടെ ജൂഡ് ആദ്യമേ ഗീവ് അവേ ചെയ്യുന്നു, പിന്നെ കറേറാസിലോട്ട് വരുന്നു. കറേറാസ് ചീപ്ലി അവർ ബോൾ ഗീവ് അവേ ചെയ്യുവാണ്. അവിടെ കലൂല് ബോളുമായിട്ട് വരുവാണ്. അവിടെ കലൂലുവിൻ്റെ ഷോട്ട് മിലിറ്റാവോ ബ്ലോക്ക് ചെയ്യുവാണ്, കലൂലുവിൻ്റെ ഷോട്ട്. സോ അവിടെ നിങ്ങൾക്ക് ആണ് അവിടെ കോൺസെൻട്രേഷൻ ലാക്ക് ആവുന്നത്. അവിടെ കറേറാസ് ഓഫ് ആവുന്നു. അവിടെ ഈസിലി വരുവാണ്. അവിടെ ഒരു ഷോട്ട് എടുക്കുവാണ്. ആൻഡ് അനദർ കേസ് ഇതാരിയോ, ഇപ്പം റയൽ നമ്മൾ ബാർസലോണ ഹൈലൈൻ്റെ കാര്യം പറയും. സോ ഇതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്. റയൽ മാഡ്രിഡ് കൗണ്ടർ പ്രസ് ടോപ്പാണ്, ലീഗിലെ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോൾ ആർഗ്യുബിലി. കൗണ്ടർ പ്രസിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ റയൽ മാഡ്രിഡ് ഇപ്പം ലീഗൽ. ആൻഡ് റയൽ മാഡ്രിഡ് ഇന്നലെയും റയൽ മാഡ്രിഡിൻ്റെ കൗണ്ടർ പ്രസ് അടിപൊളിയാണ്. ബോൾ ലൂസ് ചെയ്താൽ അവർ ഹയർ ഓഫ് ദ പിച്ചസ് വെച്ച് തന്നെ എത്രയും പെട്ടെന്ന് ക്ലോസ് ആവുന്നത്. ഇപ്പോൾ വിനി ആണെങ്കിലും എംബാപ്പയാണ് അവർ സോൺസ് കവർ ചെയ്യുന്നുണ്ട്, ബോൾ വിൻ ചെയ്യുന്നുണ്ട്. റയലിൻ്റെ കൗണ്ടർ പ്രസ് ആർഗ്യുബിലി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇപ്പം അപ്പ് ഫ്രണ്ട്. പക്ഷേ ആ പ്രസ് അവർ ചെയ്യുമ്പോഴേക്കും ചില സമയത്ത് അവർ സ്ലീപ്പ് ആവുന്ന സിനാരിയോസ് ഞാൻ കാണും. അതുപോലെ തന്നെ പ്രസ് ബീറ്റ് ചെയ്താൽ ദർ ഈസ് സ്പേസസ്. ആ പ്രസ് ബീറ്റ് ചെയ്താൽ അതാണ് ഞങ്ങളിപ്പം കണ്ടത്. പ്രസ് ബീറ്റ് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്കിപ്പം കാണാം, അവിടെ വ്ലാഹോവിച്ചിന് ഇൻ ബിഹൈൻഡ് പ്ലേ ആണ്. നിങ്ങൾക്ക് ആ സ്പേസ് കാണാം റണ്ണ് നടത്താനായിട്ട് വ്ലാഹോവിച്ചിന്. വ്ലാഹോവിച്ചിനെ പ്ലേ ചെയ്യുന്നു. അവിടെ എഡർ മിലിറ്റാവ് വേഴ്സസ് വ്ലാഹോവിച്ച്. ആ എഡർ മിലിറ്റാവ് ഡിഡ് വെൽ. എഡർ മിലിറ്റാവ് അവിടെ സെൻറ്ററിലോട്ട് റണ്ണ് നടത്തിക്കാതെ ആളെ കുറച്ച് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കാണാം. ആൻഡ് ഫൈനൽ ഫേസിൽ എത്തിയിട്ട് ഒരു ഷോട്ട് എടുക്കുന്നു. അത് ടീബോ കോട്ടോ സേവ് ചെയ്യണം. നല്ല സേവായിരുന്നു. അവിടെ എഡർ മിലിറ്റാവിടെ നൈസ് പീസ് ഓഫ് ഡിഫെൻഡിങ് കാണാം. ടീബോ കോട്ടോയുടെ സേവ് നമുക്ക് കാണാം. അവിടെ സെൻറ്ററിലോട്ട് റണ്ണ് നടത്തിയില്ല, വൈഡിലോട്ട് പോയി. ആ സെൻറ്ററിലോട്ട് റണ്ണ് എടുത്തുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിലി ഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ പക്ഷേ ഇതാണ് പറയുന്നത്, റയലും അത്യാവശ്യം പുഷ് ചെയ്യും. സോ അവരുടെ കൗണ്ടർ പ്രസ് നമ്മൾ ബീറ്റ് ചെയ്യുവാണെങ്കിൽ സ്പേസസ് ഉണ്ട് അറ്റാക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ആദ്യത്തെ മിനിറ്റുകൾ റയലിൻ്റെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. ബട്ട് റയൽ മാഡ്രിഡ് എങ്ങനെ ഉണ്ടായിരുന്നു ബോത്ത് ഒഫൻസീവ്ലി ആൻഡ് ഡിഫെൻസീവ്ലി? റയൽ മാഡ്രിഡിൻ്റെ ഈ കൗണ്ടർ പ്രസിൻ്റെ ഞാൻ കാര്യം പറഞ്ഞു, വിച്ച് വാസ് ഗുഡ്. ഗൂളറിനെ വെച്ച് ബിൽഡപ്പ് ചെയ്യുന്നതും ഗുഡാണ്. പക്ഷേ ഗൂളറിനെ വെച്ച് ഡിഫെൻസീവ്ലി ഓഫ് ദ ബോൾ ആ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് പുള്ളിക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് നോ. എൽ ക്ലാസിക്കോയിലോട്ട് വരുമ്പോൾ ഐ തിങ്ക് ജൂഡോ കമവിങ്കോ മേ ബി ചൗമിനിയോടൊപ്പം ഗൂളറിനെ ആൾ നമ്പർ 10 റോളിലോട്ട് പോകും. എൽ ക്ലാസിക്കോയിൽ മേ ബി ഓഫ് ദ ബോൾ കുറച്ച് ഇഷ്യൂസ് വരാം. ഗൂളറിനെ വെച്ച് ചൗമിനിയോടൊപ്പം ഡബിൾ പിവറ്റ് ആക്കുവാണ്.
മേ ബി ആൾ ഇന്നൊരു മാച്ച് ട്രൈ ചെയ്താണെന്ന് തോന്നുന്നു. ആൻഡ് ഗോൾ വന്നതും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇപ്പം കാണാം വിനീഷ്യസ് ജൂനിയറിന്റെ മൊമെന്റ് ഓഫ് മാജിക് ആണ്. ഓക്കെ, വിനീഷ്യസ് ജൂനിയറിലോട്ട് ബോൾ കിട്ടുന്നു, 3 vs 1 സിനാരിയോ ആണ്. ആൻഡ് അവിടെ ആൾ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ആളുടെ ഷോട്ട് എടുക്കുകയാണ്, അത് ബാറിൽ തട്ടി ജൂഡിന്റെ കാലിലോട്ട് വരുന്നു. ആ ജൂഡ് ഒരു പോച്ചർ ഇൻസ്റ്റന്റ് ആണ് അവിടെ കാണിക്കുന്നത്, ആളവിടെ ഫിനിഷ് ചെയ്യുകയാണ്, 1-0 ലീഡ് എടുക്കുക. സോ ഈ 1-0 ലീഡ് എടുത്തതിന് ശേഷവും നമ്മൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ മുമ്പേ കാണിച്ച കലൂലുവിന്റെ ഷോട്ടാണ്, വ്ലാഹോവിച്ചിന്റെ സിനാരിയാണ് 0-0 നിൽക്കുമ്പോഴാണ്. സോ ഇതാണ് പറയുന്നത്, റയൽ മാഡ്രിഡിന്റെ ഫസ്റ്റ് ഹാഫിൽ ധാരാളം ചാൻസുകൾ ഉണ്ടായിരുന്നു. എംബാപ്പെ വാസ് ഓക്കെ, എംബാപ്പെ മൊമെന്റ് ഓഫ് മാജിക്സ് ഉണ്ടായിരുന്നു, പക്ഷേ എംബാപ്പെ ബിറ്റ് ഓഫ് ആയിരുന്നു. വിനിയും ഓവറോൾ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. ഇന്നലെ ഗൂളറും ബ്രഹീം ഡിയാസുമാണ് പിച്ചിൽ ഏറ്റവും ഇംപ്രസ് ചെയ്ത അറ്റാക്കേഴ്സ് വിത്തൗട്ട് എ ഡൗട്ട്. ആൻഡ് മാച്ച് മുന്നോട്ട് പോവുകയും 0-0 നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈവൻ ദോ റയൽ മാഡ്രിഡിന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആണ്, ഇങ്ങനത്തെ ചാൻസുകൾ യുവന്റസ് ക്രിയേറ്റ് ചെയ്തു. സോ റയൽ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതായിരിക്കും മേ ബി ഫാൻസിനെ പറയുന്ന പറയാൻ. ആൻഡ് സെറ്റ് പീസസ് ധാരാളം കോർണർ കിക്സ് റയൽ മാഡ്രിഡിന്റെ ഫസ്റ്റ് ഹാഫ് കിട്ടി, സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു, പക്ഷേ മെയിൻലി ഫസ്റ്റ് ഹാഫിൽ മിക്കതും വേസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. അതുപോലെ തന്നെ ഡിഗ്രി ഒരു വോൾ പോലെ നിൽക്കുന്നത്. ദർ വേർ സിനാരിയോസ് അല്ലേ, ഇപ്പം എംബാപ്പയുടെ ഒരു ഷോട്ട് ഒരു 1-1 ബ്ലോക്ക് ചെയ്യുന്നു, പിന്നീട് ബ്രഹീം ഡിയാസിന്റെ ഷോട്ടും ഫോളോ അപ്പ് ബ്ലോക്ക് ചെയ്യുന്നു, ഒരു ഡബിൾ സേവ്. അതുപോലെ ഗാറ്റിയുടെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. സോ റയൽ മാഡ്രിഡ് നോക്കിയെന്നുണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി ഞാൻ ഉള്ള പറയാണ്, യുവന്റസ് വെയർ നോട്ട് ഇംപ്രസീവ്. യുവന്റസ് കുഴപ്പമില്ലായിരുന്നു, അവരെ നിൽക്കുന്നുണ്ടായിരുന്നു ബാക്ക് ലൈൻ, പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടല്ല അവർ ഡിഫെൻഡ് ചെയ്തത്. സ്പേസസ് ഉണ്ടായിരുന്നു, റയൽ മാഡ്രിഡിന് ചാൻസസ് ഉണ്ടായിരുന്നു. സോ യുവന്റസ് ഡിഫെൻസീവ് സോളിഡാരിറ്റിയിൽ ഒരു റയൽ മാഡ്രിഡ് ഫൈനൽ തേർഡിൽ കുറച്ചുകൂടി ക്ലിനിക്കൽ ആവാനാണ് ഈ മാച്ച് 1-0 നിർത്തിയത്. അല്ലെങ്കിൽ 2-0 3-0 മേ ബി ഈസി ഒരു 2-0 ആക്കിയിട്ട് ലാസ്റ്റ് മൊമെന്റ്സ് കംഫർട്ടബിളി ഗെയിം മാനേജ് ചെയ്യാറുണ്ട് റയൽ മാഡ്രിഡ്, പക്ഷേ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ചാൻസും കൂടെ പറയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ യുവന്റസിന് കിട്ടിയ ഒരു ചാൻസ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് യുവന്റസിന് 86 മിനിറ്റിലോ മറ്റോ കിട്ടിയങ്ങാണ്ട് ഈ ഒരു ചാൻസ്, അവിടെ ബോളിംഗ് ബിഹൈൻഡ് പ്ലേ ചെയ്യുവാണ്, അവിടെ ജോണാഥൻ ഡേവിഡിനെ ഫൈൻഡ് ചെയ്യുന്നു. ആ ജോണാഥൻ ഡേവിഡും ഒപ്പൻഡയ്ക്കും ഇടയിലുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ 2 vs 2 സിനാരിയോ ആണ്. അവിടെ ആ ഒപ്പൻഡയുടെ ഷോട്ട് റൗൾ അസെൻസിയോടെ ഒരു ക്രൂഷ്യൽ ബ്ലോക്കാണ്. അത് മേ ബി കയറുവാൻ 1-1 ആയിരുന്നു ലാസ്റ്റ് മൊമെന്റ്. അതാണ് റയൽ മാഡ്രിഡ് മൊമെന്റ്സിൽ. അപ്പം ഈവൻ 1-0 ആണ്, ലാസ്റ്റ് മൊമെന്റ് റയൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒഫൻസീവിൽ എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് ബാക്ക് ലൈനിൽ നിർത്തുന്നുണ്ടെങ്കിലും പ്ലേയേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, സ്പേസസ് ഉണ്ട്. ആ ഒരു റയൽ മാഡ്രിഡിനെ ഒഫൻസീവിൽ നിന്ന് ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് പെട്ടെന്ന് പോകുമ്പോഴേക്കും എസ്പെഷ്യലി ഹയർ പിച്ചസ് വെച്ചാണ് ബോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ അത്യാവശ്യം കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ബോഡീസ്. സോ ബോഡീസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, ആ ബോൾ വിൻ ചെയ്താൽ ഒപ്പോണൻസ് ക്യാൻ എക്സ്പ്ലോയിറ്റ് ദം. പക്ഷേ അപ്പുറത്ത് ബാർസലോണയുടെ കാര്യം പറയുമ്പോൾ ഈസിലി എക്സ്പ്ലോയിറ്റ് ആവും, ഇതിനേക്കാളും കഷ്ടമാണ്. സോ നമ്മളെക്കാളും കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് അവർ. പക്ഷേ എന്നാലും മൊമെന്റ്സ് ഉണ്ടായിരുന്നു യുവന്റസ്, ഈവൻ ദോ യുവന്റസ് വെയർ നോട്ട് ഗുഡ്, മൊമെന്റ്സ് കിട്ടി യുവന്റസിന്. അതുപോലെ തന്നെയാണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഇന്നലെ കെഫ്രാൻ തുറാം ഹാഡ് എ റിയലി ബാഡ് ഗെയിം. അതുപോലെ തന്നെ കുപ്മെനേസ് കുഴപ്പമില്ലായിരുന്നു. വ്ലാഹോവിച്ച് ബിറ്റ് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു, ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. ഇൽഡിസിനെയാണ് ഇന്നലെ ക്യാപ്റ്റനായിട്ട് ഇറക്കിയ യങ്ങസ്റ്റ് ക്യാപ്റ്റൻ, പക്ഷേ ഇൽഡിസ് ഇന്നലെ ഓവറോൾ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഡിഫൻസീവ്ലി ഗാറ്റി ലുക്ക് ഗുഡ്, ലോയിഡ് കല്ലി വലിയ കുഴപ്പമില്ലായിരുന്നു. ഡ്രിഗറിയോ ആണ് ശരിക്കും ഗെയിമിൽ പിടിച്ചു നിർത്തിയെന്ന് പറയാം ടു ആൻ എക്സ്റ്റെൻഡ് യുവന്റസിന്. സോ ഇതാണ് ഇന്നലത്തെ മാച്ച് നടന്ന സംഭവങ്ങളും മറ്റുമൊക്കെ. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഈ 2 മാച്ചിനെ കുറിച്ചുള്ള. സോ നമ്മുടെ മറ്റ് മാച്ചുകളുടെ അനാലിസിസ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം, അതുവരേക്കും.